കോഴിക്കോട് MDMA കേസിൽ ജാമ്യത്തിലിറങ്ങിയ യുവാക്കൾ വീണ്ടും MDMAയുമായി പിടിയിൽ. ഗോവിന്ദപുരത്ത് നിന്നും സിറ്റി ഡാൻസ് ഓഫ് മെഡിക്കൽ കോളേജ് പോലീസും ചേർന്നാണ് റിജു അരുൺകുമാർ എന്നീ യുവാക്കളെ പിടികൂടിയത്. അവധിക്കാലമായതിനാൽ കോഴിക്കോട് സിറ്റിയിൽ ഡ്രോൺ പറത്തിയും പോലീസ് നായകളെ ഉപയോഗിച്ചും കർശന പരിശോധനയാണ് നടന്നുവരുന്നത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഞെട്ടിക്കുന്ന വാർത്തയാണ്. MDMAയുമായി ആദ്യം പിടികൂടി ജാമ്യത്തിലിറങ്ങിയവർ വീണ്ടും ഇതേ കേസിൽ ഉൾപ്പെടുന്നു. ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. എന്താണ് ഇത് സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം? സജിത്ത്, സംസ്ഥാനത്തൊട്ടാകെ ഈ മയക്കുമരുന്ന് വേട്ട ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും മയക്കുമരുന്ന് കേസിൽ മാസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ആളുകൾ ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും ഈ തൊഴിലിൽ തന്നെ ഏർപ്പെടുന്നു എന്നതാണ് വസ്തുത. കോഴിക്കോട് ഗോവിന്ദപുരത്ത് നിന്നാണ് രണ്ട് യുവാക്കളെയും, റിജുലിനെയും അരുൺകുമാറിനെയും സിറ്റി ഡാൻസ് ഓഫും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് പിടികൂടിയിരിക്കുന്നത്. ഇതിൽ റിജുലിന്റെ വീട്ടിൽ നിന്നാണ് MDMA കണ്ടെടുത്തത്. ഡാൻസ് ഓഫിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു പരിശോധന നടന്നത്. മുമ്പ് ഈ ഇത്തരം ലഹരി കേസുകളിൽ അറസ്റ്റിലായവരെയും അടുത്ത കാലത്തായി ജയിലിൽ നിന്നിറങ്ങിയവരെയൊക്കെ പ്രത്യേകമായി നിരീക്ഷിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെയാണ് ഈ മയക്കുമരുന്ന് പിടികൂടാൻ സാധിച്ചിരിക്കുന്നത്. ഇതിൽ അരുൺകുമാറിനെ നേരത്തെ 330 ഗ്രാം MDMAയുമായി മീനങ്ങാടി എക്സൈസ് പിടിച്ചിരുന്നു. ഈ കേസിൽ 20 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചു, അതായത് ഏതാണ്ട് 2 വർഷത്തിനടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചു പുറത്തിറങ്ങിയ ആളായിരുന്നു അരുൺകുമാർ. റിജുലിനെ 10 ഗ്രാം MDMAയുമായി മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടി. ഇതിൽ 3 മാസം ജയിലിനുള്ളിൽ കിടന്ന ശേഷം പിന്നീട് പുറത്തിറങ്ങുകയും ചെയ്തതാണ്. ഇതിന്റെ ഇടയിലാണ് വീണ്ടും ഇപ്പോൾ പുതിയ കേസിൽ പിടിയിലായിരിക്കുന്നത്. എന്തായാലും അവധിക്കാലമായതുകൊണ്ട് തന്നെ കോളേജുകൾ, സ്കൂളുകൾ എന്നിവ അടച്ച സാഹചര്യമാണ്. അതുകൊണ്ട് അവധിക്കാലത്ത് ലഹരി വ്യാപനം ഉണ്ടാവാൻ ഉള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് നഗരപരിധിയിൽ ഡ്രോൺ പറത്തിയും പോലീസായ ഉപയോഗിച്ചുമൊക്കെ വലിയ പരിശോധനകൾ നടന്നു വരുന്നുമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ വലിയ കേസുകളിൽ പ്രതികളായ 2 പേരെ പിടികൂടിയിരിക്കുന്നത്. അതാണ് ഈ MDMA കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്തവർ വീണ്ടും അറസ്റ്റിലാവുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവമാണ്. കാരണം സംസ്ഥാനത്ത് ലഹരിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളിൽ ഒരു തവണ കേസിൽ കുടുങ്ങിയവർ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നു എന്ന സാഹചര്യമുണ്ട്. ഇത്രയധികം മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ബോധവൽക്കരണം ഉണ്ടായിട്ടും ഇതെന്തുകൊണ്ട് ആവർത്തിക്കുന്നു എന്നതും ഞെട്ടിക്കുന്നതാണ്. ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് നിന്നും 52 ഗ്രാം MDMAയുമായി യുവതിയടക്കം 3 പേർ പിടിയിൽ. ചിറയൻകീഴ് സ്വദേശിയും നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയുമായ സുമേഷ്, കഠിനംകുളം സ്വദേശി ജിഫിൻ ആയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. MDMA വിൽപ്പനയ്ക്കായി വിഷു പ്രമാണിച്ച് ആറ്റിങ്ങൽ ഭാഗങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലേക്കും കൊണ്ടുവരുന്നതിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് 3 പേരെ, ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെ പിടികൂടിയിട്ടുണ്ടായി. അതിന് ബാക്കി നടപടികൾ നടന്നു വരുന്നുണ്ട്. കേസിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തും. വ്യാപകമായ പരിശോധനയാണ് സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ നടക്കുന്നത്. എന്തായാലും വലിയ സജീവമായി